परं ब्रह्म तस्मै श्री गुरवे नमः. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിധം തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ധമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേദല്ല ഓതും മൊഴിയും ഓർക്കൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു. ജയിക്കുക മഹാദേവ ദീന അവനപരായണ. ജയിക്കുക സിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഏറ്റവും ബഹുമാനായ യോഗാധ്യക്ഷൻ ദേവസ്വം പ്രസിഡന്റ് തങ്കപ്രശാന്തി അവരുടെ, ഇന്ന് ഈ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചാമ്പ്യൻ സാറ്, വേദിയിലെ ഗോകുമാർ സാറ്, ദേവസ്വത്തിൻ്റെ ബഹുമാനായ സെക്രട്ടറി ഓമന ചേച്ചി, ദേവസ്വത്തിൻ്റെ കല്യാണി ശ്രീ കെ എം വാസുദേവൻ അവറുകൾ, നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ വി എം വൈജു അവറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആനന്ദ് സാറ് അടക്കം, ശാഖാ യോഗത്തിൻ്റെ സെക്രട്ടറി രാജൻചേട്ടൻ അടക്കം ഈ യോഗത്തിൽ ഒട്ടേറെ വിശിഷ്ടാതികളുണ്ട്. അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ MLA വളരെ തിരക്കുണ്ട്, ഉടൻ തന്നെ പോകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം 113ാമത് തിരുവുത്സവത്തിൻ്റെ കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മമാണ് അദ്ദേഹം നിർവഹിക്കാൻ പോലും എത്തിച്ചേർന്നിരുന്നത്. 112ാമത് തിരുവുത്സവത്തിൻ്റെ കലാപരിപാടികളും ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. നമുക്കറിയാം ശിവഗിരി കഴിഞ്ഞ 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലടക്കം അദ്ദേഹം മുഴുവൻ സമയവും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അവർക്കും അറിയാം. ശ്രീനാരായണ ഗുരുദേവൻ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സർവ്വത സമ്മേളനം വിളിച്ചു ചേർത്തതിൻ്റെ ശതാബ്ദി ഇറ്റലിയിലെ വത്തിക്കാനിൽ മാർപ്പാപ്പ അടക്കമുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടിയമ്മൻ സാറാണ്. അദ്ദേഹം നമുക്കറിയാം ഗുരുവിൻ്റെ ദർശനവും സന്ദേശവും ഒക്കെ ലോകമെമ്പാടും എത്തിക്കുന്നതിന് ആ സർവോദയ പാർലമെന്റിലൂടെ നമുക്ക് കഴിഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷപദം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ തങ്കപ്രശാന്തി അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ കലാപരിപാടികൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടിയമ്മൻ സാറാണ്. നമുക്കറിയാം ചാണ്ടിയമ്മൻ സാറിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി സാറുമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഏത് കാര്യത്തിനും എന്നും നമ്മുടെ ക്ഷേത്രത്തിലെത്തുകയും നമ്മോട് ഒത്ത് പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ട ഒട്ടേറെ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ചാണ്ടിയമ്മൻ സാറും നമ്മുടെ ക്ഷേത്രവുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തി പോയിരുന്നു. അദ്ദേഹത്തെ വളരെ
ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഇന്ന് യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ഗോപകുമാർ സാർ, അദ്ദേഹത്തോടൊപ്പം ചാണ്ടികുമാർ സാറിനോടൊപ്പം എത്തിയിട്ടുള്ള അദ്ദേഹത്തെയും നമ്മുടെ പാമ്പാടിക്കാരനായ അദ്ദേഹത്തെയും ഏറെ ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളത്. ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേവസ്വത്തിന്റെ ഏറെ ബഹുമാനായ സെക്രട്ടറി ഓമന ചേച്ചി, നമുക്ക് ഏവർക്കും അറിയാം, ആരോഗ്യവകുപ്പിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വിശ്രമയിൽ നയിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ അവിചാരിതമായി ദേവഹിതം എന്ന പോലെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വന്ന ഓമന ചേച്ചിയെ ഞാൻ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ബഹുമാനായ ഖജാൻജി, നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, പോലീസ് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത് ഏതാണ്ട് മുഴുവൻ സമയം നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയും വളരെ കൃത്യമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ജനറൽ കൺവീനർ ശ്രീ BM ബൈജു അവർ ഈ 114 തിരുവുത്സവത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായി ചുറ്റയോടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ BM ബൈജു അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശാഖായോഗത്തിന്റെ ബഹുമാനായ സെക്രട്ടറി ശ്രീ KN രാജൻ അവர்களுണ്ട്, ദേവസ്വത്തിന്റെ മറ്റു ഭാരവാഹികളുണ്ട്, ശാഖായോഗത്തിന്റെ ഭാരവാഹികളുണ്ട്, ശാഖായോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ദിലീപ് പാലക്കലുണ്ട്, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ VK ആനന്ദ് സാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടേറെ ആളുകൾ എത്തിയിട്ടുണ്ട്, അതിന്റെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഈ 114 തിരുവുത്സവത്തിന്റെ ആദ്യ ദിവസമായ കൊടിയേറ്റ് ദിവസമായ ഇന്ന് ഈ യോഗത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ശിവദർശന ദേവസ്വത്തിന്റെ പ്രസിഡന്റായ ശ്രീ ഡോം അനന്തൻ ശാന്തി അവരുടെ, പ്രിയപ്പെട്ട ദേവസ്വ സെക്രട്ടറി ശ്രീ ഓമന അവരുടെ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശിവദർശന ദേവസ്വം ശ്രീ KN ഷാജിമോൻ അവരുടെ, ഇവിടെ പ്രാർത്ഥന ഗാനം ആരംഭിച്ച കുമാരി അർച്ചന ആർച്ച ജയൻ, പ്രിയപ്പെട്ട ജനറൽ കൺവീനർ ശ്രീ VM ബൈജു, ദേവസ്വത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് വരുവാൻ ഒരു പ്രാവശ്യം കൂടി കലാപരിപാടികൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. അതിയായ സന്തോഷം ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ പരിപാടിക്ക് ഞാൻ വന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇന്നും പങ്കെടുക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അത്ര ശരീരസുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത് അതിയായ സന്തോഷം. ഒപ്പം അത് എന്നെ സംബന്ധിച്ച ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ഈ അമ്പലവുമായിട്ട് പലതവണ എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ഒക്കെ വരുവാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ സാധിച്ചു. വീണ്ടും ഒരു കലാപരിപാടികളുടെ ഉദ്ഘാടന വേദിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഉത്തരവാദിത്വം ശിവരി മഠം ഏൽപ്പിച്ചു. നവംബറിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞാൻ
ഒരു പരിപാടി നടത്തണമെന്ന് സർവേശ്വരാനന്ദ സ്വാമി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും സ്വാമിജി എന്നോട് ഇങ്ങനെ പറയാൻ കാരണം? അത് എന്നോട് പറയാൻ കാരണം മാത്രമല്ല, വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് പറയാൻ കാരണം എനിക്കത് മനസ്സിലായി. ഞാൻ നവംബർ തൊട്ട് ഇതിന്റെ പ്രവർത്തനം നടത്തി. നവംബർ കഴിഞ്ഞു, ഡിസംബർ കഴിഞ്ഞു, ജനുവരി, ജൂൺ വരെ പോയി. പലതവണ ഈ പരിപാടി മാറ്റിവെച്ചപ്പോൾ ഞാനും ആ വിഷമസന്ധിയിലായി. ഈ വർഷം 2026 എന്ന് പറഞ്ഞാൽ 100ാം വർഷമാണ്. ആ 100ാം വർഷം തന്നെ നടത്തുകയും വേണം. അതേസമയം ഇത് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. നിരവധി പ്രതിസന്ധികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ് എന്ന ഉത്തമ ബോധ്യം നമ്മുടെ കഴിവല്ല. നമ്മുടെ കഴിവിനപ്പുറം ദൈവമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ആ ബോധ്യം ഒരിക്കൽ കൂട്ടി ഉറപ്പിക്കുന്നതായി ഈ സമ്മേളനത്തിന്റെ ഒരു സംഘാടനം 8-7 മാസം വെറുതെ പോയതിനു ശേഷം ജൂലൈ അവസാനമായപ്പോൾ എന്റെ പിതാവിന്റെ ഓർമ്മ ചടങ്ങിന് ശേഷം ഞാൻ ഇംഗ്ലണ്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ഒരു തീരുമാനമെടുത്തു. സമീപനം അറിയിച്ചു, എന്തായാലും നമുക്ക് പോവാം, ഇത് നടന്നാലും ഇല്ലെങ്കിലും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാബുരാജ് സാറിന് നിർബന്ധം, അദ്ദേഹം വരുവാണെങ്കിൽ മാർപ്പാപ്പയെ കണ്ടിട്ട് മാത്രമേ പോകുന്നു. ഞാൻ പറഞ്ഞത് സാധ്യമായിട്ടൊരു കാര്യമല്ല, എളുപ്പമല്ല സാറേ. പക്ഷെ ഞാനും സ്വാമിജി ഇറങ്ങി പുറപ്പെട്ടു. ഒരു വിശ്വാസം, നടന്നാലും ഇല്ലെങ്കിലും ഇറങ്ങാം. അവിടെ ആദ്യം ഞങ്ങളെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരെ, ഇതാണ് നടന്ന കാര്യം. ആദ്യം അവിടെ പറഞ്ഞത് അവിടുത്തെ അച്ഛന്മാരെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇംഗ്ലണ്ടിൽ എൻ്റെ പിതാവിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഉദ്ഘാടന ശേഷം ഞാൻ ആദ്യം ഓഗസ്റ്റ് 1 പോയത് ശിവരി മഠത്തിന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മഠമുണ്ട് ബ്രിട്ടനിൽ. ആ മഠത്തിൽ പോയതിനു ശേഷമാണ് പിന്നെ പല സ്ഥലങ്ങളിൽ പോയത്. പല ദേവാലയങ്ങൾ ഞാൻ സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥന മുഴുവൻ ഇത് നടക്കണം എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം, അത് ഗുരുദേവന്റെ വലിയ സന്ദേശം. ഞങ്ങളുടെ ആരെയും കഴിവാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനുശേഷം ഞങ്ങൾ വിലയിരുത്തുന്ന ഗുരുദേവന്റെ ആഗ്രഹം ഇച്ഛാപൂർത്തിയായി എന്നുള്ളതാണ്. ആ ദൈവാനുഗ്രഹം കൊണ്ട് ആ ഇച്ഛ പൂർത്തിയായി എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. സാരം ഒരു ദിവസം എത്തിയപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കർദിനാളായിരിക്കുന്ന അഭിനന്ദ പൂവക്കാട്ട് പിതാവിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പരിപാടി ക്യാൻസലായി പോയല്ലോ. ഇത് കേട്ടതും ഞാൻ പകുതി എന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പിതാവ് ഒരിക്കലും അത് സമ്മതിക്കരുത്, ഞങ്ങള് അനുവദിച്ചേ പറ്റുള്ളൂ. കാരണം പിതാവ് അദ്ദേഹത്തിന് പ്രത്യേകമായ അധികാരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് പ്രത്യേകമായ താല്പര്യമെടുത്ത് ആ പരിപാടി നടത്തും, അല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണുവാനുള്ള അനുമതിയെങ്കിലും മേടിച്ചു. ഞങ്ങൾ 3 പേരും, സർവേശ്വരാനന്ദ സ്വാമികൾ, ഞാനും ബാബുരാജ് സാറും കൂടെ, സാറ് വന്നത് മാർപ്പാപ്പയെ കാണാൻ പറ്റുന്നത് മാത്രമാണ്. അങ്ങനെ കണ്ട് പരിശുദ്ധ പിതാവിന്റെ അനുമതി ലഭിച്ചു. പക്ഷെ അപ്പോഴും കടമകൾ ബാക്കിയാക്കാൻ 2 മാസം മാത്രമേ ഞങ്ങൾ അതിലുള്ളൂ. ആ 2 മാസത്തിനിടയിൽ അച്ഛനായിരുന്ന പൂവക്കാട്ട് പിതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വൈദികനും കർദിനാളായി മാറ്റിയിട്ടില്ല. ഇപ്പൊ സ്വാമിജി മലയാളത്തിൽ മാർപ്പാപ്പയോട് സംസാരിക്കുമ്പോൾ അത് ഇറ്റാലിയനിലേക്ക് തർജ്ജിമ ചെയ്തത് അവിധ പിതാവാണ്. അച്ഛൻ നേരെ വൈദികരിൽ നിന്ന് കർദിനാളായി ഉയർത്തപ്പെട്ടത് ഞങ്ങളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവമാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ 85 പേർക്ക് അദ്ദേഹത്തിന്റെ ഒരു കത്തിൽ, ഒരു കത്തിൽ ഇറ്റാലിയൻ വിസ ലഭിച്ചു. ആ 85 പേര് പോയതുകൊണ്ട് മാത്രമാണ് സമ്മേളനം ഇത്ര വിജയമായത്. ഞങ്ങൾ അവിടെ ചെന്നത് ഞങ്ങൾ വീണ്ടും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞങ്ങൾ 180ഓളം പേര് അവിടെ ഉണ്ട്. ആ 180ഓളം പേരും ഈ വത്തിക്കാനിലെ പാരീസിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു പേര് പോലും ചോദിച്ചു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലൊന്നാണ്. ഞങ്ങളെ അതേ പേര് പോലും ചോദിക്കാൻ നമ്മുടെ വീട്ടിൽ കയറുന്ന അതേ പ്രതീതിയിൽ ഞങ്ങളെ കേട്ടിയെന്ന് മാത്രമല്ല, സ്വിസ് ഗാർഡ് മാർപ്പാപ്പയുടെ സംരക്ഷക ആർമിയാണ്.
400 പേരുണ്ട് അവിടെ. ഈ സ്വിസ് ഗാർഡിന്റെ അകമ്പടിയോടുകൂടിയാണ് ഞങ്ങളെ ഹോളിലേക്ക് കയറ്റിയത്. അവരും അത്ഭുതം. ഞാൻ വിചാരിച്ചു മാർപ്പാപ്പ വന്നൊരു പ്രസംഗം നടത്തി അദ്ദേഹം പോകുമെന്നുള്ളതാണ്. അതിനപ്പുറം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളോടൊപ്പം 2 മണിക്കൂർ ചെലവഴിച്ചു. 180 പേരുടെ സമ്മാനം മേടിച്ചു. ഞങ്ങൾ ഓരോരുത്തരോട് തമാശയും കളിയും ഒക്കെയായി നമ്മൾ പരസ്പരം എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ ഒരു അനുഭവം സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ലഭിക്കുന്ന ഒന്നല്ല എന്ന് കരുതുകയാണ്. ഇത്രയും വലിയൊരു നിയോഗം അത് ഗുരുവിന്റെ പ്രത്യേക സ്നേഹമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അത് മാത്രമല്ല, അതിനുശേഷം ശരത്ചന്ദ്ര പ്രസാദ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. 100 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സന്ദേശം ലോകം അംഗീകരിക്കും, ഈ സന്ദേശം ലോകം ശ്രദ്ധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതായി ഈ ശരത്ചന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ ഞാൻ വിളിച്ചു അദ്ദേഹത്തെ. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നു. ലോകത്തിന്റെ വിവിധ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു. ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ ഈ വാർത്ത വന്നു. അതിനുശേഷം ഈ പരിപാടിയുടെ സമാപനം നടന്നത് അസീസിയിലാണ്. അതും വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. കാരണം ഗുരുദേവനെ പോലെ തന്നെ മതങ്ങൾ എല്ലാം ഒന്നാണെന്ന് അല്ലെങ്കിൽ സ്നേഹമാണ് എന്ന് പഠിപ്പിച്ച ഫ്രാൻസിസ് അസീസിയുടെ സവിധത്തിൽ വെച്ചാണ് ഈ ലോക സർവമത സമ്മേളനം സ്ഥാപിച്ചത്. അങ്ങനെ വലിയൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കേരളത്തിലെ പലരോടും ഞാൻ പറയുമായിരുന്നു ഈ പരിപാടി നടക്കുവാൻ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും ലോകം ആഗ്രഹിക്കുന്നത് തന്നെ ലോകത്ത് സമാധാനം വേണം. നിങ്ങൾ കാണുന്നില്ല ഇസ്രായേലിൽ നടക്കുന്ന കലാപം, ഇസ്രായേൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എങ്ങനെയാണ്? മനസ്സ് മരവിച്ചു പോകത്തില്ലേ? ആളുകൾ മരിച്ചു വീഴുന്നു. എന്തിന്റെ പേര്? മതങ്ങൾ തമ്മിലുള്ള കലഹം ശ്രമിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതാണ് ലോകത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം അതിന്റെ പേരിൽ കുറച്ച് വിമർശനം എനിക്കുണ്ട്. ഞാനിവിടെ ഇല്ല എന്നുള്ളൊരു വിമർശനം. പക്ഷെ എന്റെ ഒരു ഉത്തരവാദിത്വം ശിവനിവിടം എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് ഗുരുദേവന്റെ ആഗ്രഹമാണ്, ഈശ്വര അനുഗ്രഹമാണെന്ന് ഞാൻ കരുതിയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് അതുമായി മുന്നോട്ട് പോയത്. ഞങ്ങൾ ആരും വിചാരിക്കാത്ത വിധം ഇത്രയും വലിയ ഒരു അനുഗ്രഹമായി അത് മാറി. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ പലരോടും ഞങ്ങൾ ആവശ്യപ്പെട്ട പോലെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകമെങ്ങും ഈ സന്ദേശം എത്തണം. നമ്മളെല്ലാം ഒന്നായിരിക്കും. നമ്മളെ ഒരാളും വേർതിരിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഈ സമൂഹത്തെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വർക്കലെ ശിവമഠത്തിലെ ഈ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ കൃത്യമായ ഒരു കാര്യമുണ്ട്. വർക്കലയും വത്തിക്കാനും തമ്മിൽ വളരെ ദൂരമുണ്ട്, പക്ഷെ ആശയത്തിൽ ഒന്നാണ്. സർവമതങ്ങളുടെയും സർവമത സാരവേദം എന്ന് ഗുരുദേവൻ പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണെന്നറിയുമോ? Religions are languages. Some are Hindu, some are Muslim, some are Christian, some are Sikh, some are Parsi. മതങ്ങൾ ഭാഷകളാണ്. ആ ഭാഷകൾ ചിലത് ഹിന്ദു, ചിലത് ക്രിസ്ത്യൻ, ചിലത് മുസ്ലിം, ചിലത് സിഖ്, ചിലത് പാർസി. ശിവഗിരി എന്നുള്ളത് എല്ലാവർക്കും ആശ്രയകേന്ദ്രമായിരിക്കുന്ന സ്ഥലം. വത്തിക്കാനെന്ന് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം ഞാൻ പലർക്കും പറയാറുണ്ട്. ആ വത്തിക്കാൻ ചതുരം ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. അതിനു ചുറ്റും പല രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് കൂടാരമടിച്ച് നിൽക്കുവാൻ അവസരം കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ആശയം ഒന്നായത് കൊണ്ടാണ്. മനസ്സ് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും ഒന്നു വന്നു. സിഖ് മതത്തിന്റെ പ്രതിനിധി ആയി രഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് ഡൽഹിയിലെ പ്രതിനിധി വന്നു. ബുദ്ധമതത്തിന്റെ പ്രതിനിധിയായി റിംപോച്ചെ അവിടുത്തെ 3ാം സ്ഥാനക്കാരനാണ്, അദ്ദേഹം വന്നു. ഇസ്ലാം മതത്തിനെ പ്രതികരിച്ച് നമ്മുടെ ഏറ്റവും ആരാധനായ പാണക്കാട് സാദിഖലി തങ്ങൾ വന്നു. അങ്ങനെ ഇവരെല്ലാം വന്നു ചേർന്നപ്പോൾ അവിടെ ഉണ്ടായത് ഒരേ മനസ്സാണ്, ഒരേ വിചാരമാണ്. ലോകത്തിൽ സമാധാനം ഉണ്ടാകണം, ശാന്തി ഉണ്ടാകണം. മനുഷ്യരാശിക്ക് എല്ലാവരും മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്നുള്ള ആ വലിയ പ്രഖ്യാപനം
തീർച്ചയായിട്ടും ഗുരുദേവന്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഗുരുദേവനെ ലോകഗുരുവായി ലോകം അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകഗുരുവാണ്. കാരണം അദ്ദേഹം ചിന്തിച്ചത് കേരളത്തെ പറ്റിയല്ല, ഇന്ത്യയെ പറ്റിയല്ല, മാനവരാശിക്ക് മൊത്തമായിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ജീവിച്ചതിന് ശേഷവും ഇന്നും ലോക ഗുരുവായി തന്നെ ഗുരുദേവൻ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വത്തിക്കാൻ സമ്മേളനം അതിന്റെ അംഗീകാരം കൊടുക്കൽ മാത്രമായി മാറിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും കരുത്ത് പകരുന്ന, ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. ഭക്തി ഉണ്ടാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും, ഭക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, മറ്റുള്ളവരോട് കാണിക്കുന്ന കരുതൽ, പാവപ്പെട്ടവരോട് കാണിക്കുന്ന കരുതൽ, അതായിരിക്കും യഥാർത്ഥ ഭക്തി ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു തിരുവുത്സവം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഭക്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ ഐക്യവും സ്നേഹവും ശാന്തി, പരസ്പരമുള്ള ബഹുമാനവും, എല്ലാ കലഹങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. എല്ലാവർക്കും നമസ്കാരം. 113ാമത് തിരുവുത്സവത്തിന്റെ 1ാം ദിനമായ ഇന്ന് നമ്മൾ ഏറെ താമസിച്ചാണ് നിൽക്കുന്നത്. കാര്യങ്ങളും പരിപാടികളെല്ലാം ചാർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് താമസിച്ചാണ് നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നേടുന്നില്ല. ഈ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ദേവസ്ഥയുടെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ കെ തങ്കപ്രസാദ് അവർ, സ്വാഗതം ആശംസിച്ച ദേവസ്ഥയുടെ ഏറെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ഷാജിമൻ അവർ, അതുപോലെ ഓമന ചേച്ചി, വാസുദേവൻ സാർ, അതുപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന SNDP യോഗത്തിന്റെ ഇതര സംഘടനകളിലെ അംഗങ്ങൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അംഗങ്ങൾ, അതുപോലെ എന്നെ ശ്രമിക്കുന്ന ബഹുമാന്യരെ, നമുക്കറിയാം 113ാമത് തിരുവുത്സവത്തിന്റെ 1ാമത് പൊതുയോഗം നടന്നത് നവംബർ 3-നാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഈ 60 ദിവസക്കാലം വളരെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സംവിധാനത്തിലേക്ക്, ഈ തിരുവുത്സവത്തിന്റെ 1ാം ദിനമായ ജനുവരി 5-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ചടങ്ങില്, ഈ മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുടെ നിരന്തരമായ പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോ ഈ 113ാമത് തിരുവുത്സവത്തിന്റെ സമ്പൂർണ്ണ വിജയത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണം. ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയുമാണ്. ഒരു സംഘടനാ സമിതി മാത്രം വിചാരിച്ചാൽ ഇതുപോലെ ഒരു വലിയ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. ഈ അവസരത്തിൽ ഞാൻ നേടുന്നില്ല, ഈ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞതയാണ്. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ദേവസ്ഥന്റെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ കെ തങ്കപ്രസാദ് അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ 113ാമത് തിരുവുത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറിന്റെ കാര്യം നമുക്കറിയാം. വത്തിക്കാനില് സർവമത ലോക സമ്മേളനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുന്നത്. ഫോൺ കിട്ടുന്നില്ല. കോൺഗ്രസിന്റെ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറുമായിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞത് MLA ഞാൻ കൊണ്ടുവരും, നിങ്ങൾ പേര് വെച്ചോളൂ. അങ്ങനെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട MLA-യുടെ മെസ്സേജ് കിട്ടുന്നു. നമ്മൾ അങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ഒരു 10 ദിവസക്കാലം മുന്നാണ് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് ഞാനും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് കെ ഷാജിമോൻ ചേട്ടനും ആകാമുള്ള അദ്ദേഹത്തിന് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തി നമ്മൾ നോട്ടീസ് കൊടുക്കുകയും അദ്ദേഹം നിങ്ങൾ പോയിക്കോളൂ ഞാൻ എത്തും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറെ ബഹുമാനപ്പെട്ട MLA, നമുക്കറിയാം 52 വർഷക്കാലം പുതുപ്പള്ളി മണ്ഡലത്തിലെ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തെ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഏറെ ലാളിത്യമുള്ള അതേ ശൈലിയിൽ പിന്തുടരുന്ന വളരെ ചെറുപ്പക്കാരനായ, ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തില് നമ്മുടെ വേദി പങ്കിട്ട ബഹുമാനപ്പെട്ട ഓമന ചേച്ചി, വാസുദേവൻ സാറ്, ബഹുമാനപ്പെട്ട ശാഖയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ദിലീപ് പാറക്കൽ, ശാഖയുടെ ബഹുമാനായ സെക്രട്ടറി കെ എൻ രാജൻ അവർ, അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ കൃതജ്ഞത